ഹലോ ഫ്രണ്ട്സ്, മഴ തോറ്റു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത് പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാട്ടോ. കാരണം 3-4 ദിവസമായിട്ട് രോഹിത് തീരെ വയ്യാണ്ട് കിടക്കണമെങ്കിലും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അലീന കൂടെ നിന്ന് രോഹിതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് പിടിച്ച് കയറ്റിക്കൊണ്ട് വരുവാണ്. ഇതൊക്കെ രോഹിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. പക്ഷേ ഇതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് ബബിതയുടെ മാറ്റമാണ് നമ്മുടെ അലീനയെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയത് കേട്ടോ. കാരണം ഈ രാത്രി ആയാലും പകലായാലും സ്വന്തം അമ്മ പോലും തിരിഞ്ഞു നോക്കണില്ല രോഹിത്തിനെ. എന്നിട്ടും അലീന കൂടെ നിന്നോ, ആഹാരം കൊടുക്കുന്നു, പല്ല് തേപ്പിക്കുന്നു, രോഹിത്തിൻ്റെ ഷർട്ടിൽ പോലും ദേഹത്തായിട്ടും അതൊക്കെ കൈകൊണ്ട് വാരിയെടുക്കുന്നു. ഇത്രയും കരുതലോടെയും സ്നേഹത്തോടെയും സ്വന്തം സഹോദരനെ നോക്കുമ്പോൾ ബബിതയ്ക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. ബബിത തൻ്റെ ചുരിദാറും ഡ്രസ്സും ഒക്കെ കൊണ്ട് അലീനയ്ക്ക് കൊടുക്കുന്നു. പിന്നെ രോഹിത്തിന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളം ഉണ്ടാക്കി അലീനയെ സഹായിക്കുന്നു, ടവൽ എടുത്തുകൊണ്ട് കൊടുക്കുന്നു, എന്നിട്ട് കൂടെ നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരിക. കാരണം ആ വീട്ടിൽ അലീനയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ബബിത തന്നെയല്ലോ. ആ ബബിതയുടെ ഈ മാറ്റം അലീനയിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് രോഹിത്തും ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് രോഹിത്തിനോട് നമ്മുടെ കൃഷ്ണമോള് പോയി പറയുന്നുണ്ട്, ഏട്ടാ അലീന ചേച്ചി ഇനി ബുദ്ധിമുട്ടിക്കരുത്. ഏട്ടൻ ഇന്ന് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ശരണ്യ സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. അലീന ചേച്ചിയുടെ സ്ട്രഗിൾ ഉണ്ടതിൽ. അത് തെളിവായിട്ട് ആ ഒരു അലീനയുടെ ദേഹത്ത് മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്നില്ലേ ആ കോളനിക്കാർ, ആ വീഡിയോ എല്ലാം രോഹിത്തിനെ കാണിക്കുമ്പോൾ രോഹിത്തിന് കുറച്ചുകൂടെ ഒരു മനസ്സലിവ് തോന്നുന്നുണ്ട്. ആഹാരം കഴിക്കാതിരുന്ന രോഹിത്തിനെ കരഞ്ഞ് കണ്ണീര് കാണിച്ച് നമ്മുടെ അലീന അലിയിച്ചെടുക്കാട്ടോ. അങ്ങനെ ആഹാരം കഴിച്ചു തുടങ്ങി. എന്നാലും അസുഖം കൂടി. കാരണം ജയിലിൽ ചെന്ന് കിടന്നത് പോലീസിൻ്റെ ഇടിയൊക്കെ കിട്ടിയിട്ട് നെഞ്ചിൽ നീർക്കെട്ടായിട്ട് രോഹിത് ആകെ പ്രശ്നത്തിലാണ്. രാത്രിയാകുമ്പോൾ അവന് പനിയും ചുമയും ഒക്കെ ആയിട്ട് കലശലാവുക കേട്ടോ. ഈ സമയത്ത് ബബിത ചെന്ന് വൈജയന്തിയോട് പറയുന്നുണ്ട്, അമ്മേ ഏട്ടന് തീരെ വയ്യാന്ന് തോന്നണമെന്ന്. ഓ അതിനിപ്പോൾ ഞാൻ എന്നെ എടുക്കാനാ? ഇപ്പം അവൻ്റെ ഡോക്ടർ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവളല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്നാലും അമ്മയ്ക്ക് അമ്മയുടെ മോനോട് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെ ബബിത ചോദിക്കുക. എടി നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും വന്നേക്കേണ്ടെന്നാണ് നമ്മുടെ വൈജയ്ക്കോട്ട് നോക്കാനും വയ്യ, നോക്കുന്നവരോട്ട് അംഗീകരിച്ച് കൊടുക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ ബബിതയ്ക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ബബിത നോക്കുമ്പോൾ ആ പാതിരാത്രി അലീന അവിടെ നിന്ന് എണീറ്റ് നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് രോഹിത്തിനെ സമാധാനപ്പെടുത്തി ഡ്രസ്സ് മാറ്റുകയൊക്കെ ചെയ്തിട്ട് ഹോട്ട് വാട്ടർ ബാഗിൽ വെള്ളം വെച്ചിട്ട് നെഞ്ചിലേക്കൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയേണ്ട, ഇത് നീർക്കെട്ടിൻ്റെയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒക്കെ ശരിയാവും. കുറച്ച് ജീരക വെള്ളമൊക്കെ ഇട്ട് കുടിപ്പിച്ച് ആ രാത്രി നല്ല രീതിയിൽ അലീന നമ്മുടെ രോഹിത്തിനെ കെയർ ചെയ്യുക കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എണീറ്റ് ആദ്യം തന്നെ മുറ്റടിക്കാൻ പോവാണ് അലീന. അപ്പോഴാണ് അവിടുത്തെ കുറേ ചെറുപ്പക്കാരന്മാരിങ്ങോട്ട് വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, എടി ഇവിടെ മറ്റവനില്ലേ, അവനെ എങ്ങോട്ട് പറഞ്ഞു വിടാം, ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഈ മറ്റവൻ എന്ന് പറഞ്ഞാൽ ആരാ? രോഹിത് ബാലചന്ദ്രൻ പറഞ്ഞ ഒരുത്ത പീഡന വീരൻ ഇവിടെ ഇല്ലേ, ഇങ്ങോട്ട് ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞ് അലീന വരട്ടെ കേട്ടോ. അലീന രണ്ടും കൽപ്പിച്ച് ആ പത്രമൊക്കെ കയ്യിലെടുത്തിട്ട് കയ്യിരുന്ന് ചൂലും കൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ആരെയാ കാണേണ്ട? പറഞ്ഞോ, എന്താ വേണ്ട? അല്ല അത് പറഞ്ഞോ, ഓരോരുത്തരായിട്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഓരോരുത്തരായിട്ട് വാ, അതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മൊബൈൽ എടുത്തങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് അവന്മാരാകെ പേടിക്കട്ടോ. വാ ചേട്ടന്മാരെ, എല്ലാവരും വാ, എല്ലാവർക്കും ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കൂടെ പറഞ്ഞിട്ട് പൊക്കോ, എല്ലാവരും വന്നേ. ദേ എല്ലാവരുടെയും മുഖം ഞാനിതിൽ എടുത്തിട്ടുണ്ട്, പോലീസിൽ കൊണ്ടുപോയി ഞാൻ പരാതി കൊടുക്കും, പറഞ്ഞു കേട്ടല്ലോ. അത് കേട്ട് ഇവന്മാരെല്ലാം ഓടിത്തള്ളുക കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. നേരം വിളിക്കുമ്പോൾ ഓരോരുത്തന്മാരും കൊണ്ട് ഇറങ്ങിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അലീന അകത്തേക്ക് കയറി ചെല്ലാണ്. ആദ്യം തന്നെ പോകുന്നത് രോഹിത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ. അങ്ങനെ രോഹിത്തിനെ രാവിലെ തന്നെ മുഖമൊക്കെ തുടപ്പിച്ച് പല്ല് തേപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ബ്രെഡ് ചായയിലോ തേയിലയിലൊക്കെ ഇട്ട് മുക്കി വായിലേക്ക് വെച്ച് കൊടുക്കാനുണ്ട്. ഇപ്പം അലീന പറയണ പോലെ കേൾക്കുകയും അതുപോലെ അനുസരിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ഇത്ര നാളും ഒരു വല്ലാത്ത ഭ്രാന്തനെ പോലെ കിടന്ന ആ രോഹിത്തിന് തലമുടിയെല്ലാം സ്വന്തമായിട്ട് കണ്ണാടി ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ അലീന, സ്വന്തമായിട്ട് ചീകി വെക്കാനായിട്ട് പറയുക. അങ്ങനെ അതൊക്കെ ചെയ്യാണ്. മുഖമൊക്കെ നല്ല തുടച്ച് മുടിയൊക്കെ ചീകി വെച്ച് പുതിയൊരു രോഹിത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുക. കൃഷ്ണമോൾ ഓടിപ്പോയി പറയാം, അച്ഛാ ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. കുറുമ്പി നീ ഒന്നും മിണ്ടാതിരിക്കുക, ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് വരട്ടെ. അത് പറ്റില്ല അച്ഛാ, അപ്പം തന്നെ വരണമെന്ന് പറഞ്ഞ് അച്ഛനെ പിടിച്ച് വലിച്ചുകൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ബബിതയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ ബാലചന്ദ്രനാകെ ഒരു അത്ഭുതമായി. കാര്യം രോഹിത് ഇത്ര പെട്ടെന്ന് മാറി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ദേ പഴയ പോലെ രോഹിത് നല്ല മിടുക്കനായിരിക്കുന്നു. അലീന ഫുഡ് കൊടുക്കുന്നു, കഴിക്കുന്നു. അലീനെ കണ്ടുവിടാതിരുന്നതല്ലേ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞൊഴുകുക കേട്ടോ. അത്രയ്ക്ക് സന്തോഷമായി. അപ്പം
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ പോയിട്ട് നമ്മൾ ബബിതയും പറഞ്ഞുകൊണ്ട് ഏട്ടൻ ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ. പക്ഷേ അവിടെ വൈജയ്ക്കാണെങ്കിൽ തീരെ പിടിക്കണില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മനു അങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. പക്ഷേ അകത്ത് വരുമ്പോൾ തന്നെ മനു വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അലീനയോട് പറയണത്. കാരണം ഇത്ര പെട്ടെന്ന് രോഹിത് ഇങ്ങനെ ആയിത്തീരുമെന്ന് ആരും വിചാരിച്ചില്ല. പിന്നെ പോരാഞ്ഞിട്ട് മനു പറഞ്ഞിരുന്നല്ലോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, എന്നാലേ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാതെ മുന്നോട്ട് പോകാൻ നിങ്ങളായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ ബബിതയും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു എന്നറിയുമ്പോൾ മനുവിന് ശരിക്കും ഒരു സന്തോഷം തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വൈജയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയാണെങ്കിൽ അവിടെ അലീനോട് പറയാം, നീ ഒറ്റ ഒരുത്തിയാടി ഇവിടെ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലാതെ ഈ കുടുംബം ശരിയാകത്തില്ല. ഒന്നീ നീ അല്ലെങ്കിൽ ഞാൻ, ഇല്ല ഇന്നലെ നാളെ ആയാലും ഞാൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. കാരണം നീയാണല്ലോ ഇവിടെ ഭരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് നടക്കുമല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് അലീനയെ ശരിക്കും തളർത്താണ്. കൃഷ്ണമോൾ ചെന്ന് അമ്മേനെ കുറേ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഈ സ്വഭാവം മാറ്റിയെടുക്കണം. അമ്മയ്ക്ക് അലീന ചേച്ചി ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും നീ എന്നെ വലിയ വായിൽ കൊച്ചു വായിൽ വലിയ വർത്താനം പറഞ്ഞ് എന്നെ പഠിപ്പിക്കാനൊന്നും വന്നേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയെ ഓടിച്ചു വിടുന്നുണ്ട്. പക്ഷേ ബബിതയ്ക്ക് കൃഷ്ണമോളോട് പോയി പറയാം, കൃഷ്ണേ ഈ അലീന അതൊരു സംഭവം തന്നെയല്ലേ. ഒരാൾ ഇത്രയും വെറുക്കപ്പെട്ട് എന്തെല്ലാം ഒരു ദ്രോഹമാണ് നമ്മുടെ ഏട്ടൻ അവളോട് ചെയ്തത്. എന്നിട്ടും ഒരു മടിയില്ലാതെ ഏട്ടനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ സ്ട്രഗിളാണ് അവളിപ്പോൾ എടുത്തിരിക്കുന്നത്. അലീന ചേച്ചി എത്ര നല്ല കെയറാണ്, ഇതെങ്ങനെ സാധിക്കുന്നു എനിക്കറിയാൻ പറ്റുന്നില്ല. എന്നാലും അവൾക്ക് എങ്ങനെയാവും രോഹിതേട്ടനോട് ഇത്രത്തോളം സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുക എന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാം, അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ചേച്ചി നമ്മുടെ അലീന ചേച്ചി. അതാണ് അലീന. ആഹാ അത് ശരി. അങ്ങനെ അവർ അലീനയെക്കുറിച്ച് ഒത്തിരിയൊക്കെ അങ്ങനെ പുകഴ്ത്തിയൊക്കെ പറയട്ടോ. അങ്ങനെ രോഹിത് പഴയ പോലെ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ച് കയറി വരുവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അലീന നല്ലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ നിന്നെ വേണ്ടെങ്കിലും ഞാൻ നിന്നെ കൈവിടില്ല, എനിക്ക് അവസാനം വരെയും നീ വേണം, നീ എൻ്റെ സഹോദരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു ആത്മവിശ്വാസം. അതുപോലെ മനുവും രോഹിത്തിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിൻ്റെ എല്ലാ കാര്യങ്ങളും അലീന നോക്കിക്കോളും. ആരൊക്കെ നിന്നെ കൈവിട്ടാലേ അലീന നിന്നെ കൈവിടില്ല, അതാണ് അലീന, മനസ്സിലായോ, നിൻ്റെ കൂടപ്പിറപ്പാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് തൻ്റെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്